കേരളത്തിൽ വാർത്തകളുടെ ഒരു പ്രളയമാണ്. ഒട്ടനവധി കാര്യങ്ങൾ വാർത്തകളിലൂടെ നമുക്ക് മുന്നിലേക്ക് വരുന്നു. വാർത്തകൾക്കൊപ്പം വിവാദവും ധാരാളമുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒട്ടനവധി വാർത്തകളുണ്ട്. അത്തരത്തിൽ ഒന്നാണ് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. തീർച്ചയായും ഇത് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും. ഇതിൻ്റെ തലക്കെട്ടുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. കേരളത്തെ മുഴുവൻ കത്തിച്ച് കളയാൻ പോന്ന അത്രയും സ്ഫോടക വസ്തുക്കൾ, അല്ലെങ്കിൽ കേരളത്തിൽ വളരെ ഗുരുതരമായ ഒരു അപകടം വരുത്തിവെക്കാൻ ശക്തിയുള്ള ചില സ്ഫോടക വസ്തുക്കൾ, അത്രയും ക്വാണ്ടിറ്റിയിലുള്ള സ്ഫോടക വസ്തുക്കൾ മലപ്പുറത്ത് നിന്നും പിടിച്ചെടുത്തിട്ട് മാസങ്ങളേറെയായി. ഏതാണ്ട് 2026 ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് ഇത്തരത്തിൽ മലപ്പുറത്ത് നിന്നും ഒരു ലോറി നിറയെ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. ആ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത വാർത്ത അന്ന് തന്നെ വാർത്തകളിൽ വന്നിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണം NIA ഏറ്റെടുത്തിട്ടുണ്ട്. ആ അന്വേഷണം ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി ഹാരിസ് TA എന്ന് പറയുന്ന ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായിരുന്നു. മാത്രമല്ല, ഈ ഹാരിസിൽ നിന്ന് ലഭിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് NIA ഇപ്പോൾ മറ്റ് ചില കേന്ദ്രങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. നിരവധി കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ആയുധങ്ങൾ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിന് കൂടി ചില സംശയങ്ങൾ ഉണ്ടാവുകയാണ്. ചില സൂചനകൾ, അതോടൊപ്പം തന്നെ ചില സംശയങ്ങൾ, അതെല്ലാം തന്നെ ബലപ്പെടുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ ഒരു സംശയത്തിലേക്ക് അവരുടെ അന്വേഷണം നീട്ടിക്കൊണ്ടു പോവുകയുമാണ്. അതായത് മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കുംഭമേള എന്ന നിലയിൽ ഒരു പരിപാടി നടന്നിരുന്നു. ആ പരിപാടി തിരുനാവായയിൽ നടന്ന മഹാമാഘ മഹോത്സവം, അതാണ് കുംഭമേളയായി കൊണ്ടാടപ്പെട്ടത്. കഴിഞ്ഞ കുറേ നാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന ഒരു ഉത്സവമായിരുന്നു അത്. ഈ കഴിഞ്ഞ വർഷം നടപ്പിലാക്കി. അങ്ങനെ ആ നിരവധി ആളുകൾ, കേരളത്തിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും നിരവധി ആളുകൾ ഈ കുംഭമേളയിൽ പങ്കെടുക്കാനായി തിരുനാവായയിലേക്ക് വന്നിരുന്നു. തിരുനാവായയിലെ ഈ കുംഭമേളയ്ക്കിടയിൽ സ്ഫോടനം നടത്താനും ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാനും വേണ്ടിയിട്ടായിരുന്നു ഈ ആയുധങ്ങൾ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്നൊരു സംശയമാണ് ഇപ്പോൾ പലരും ഉയർത്തുന്നത്. ചില മാധ്യമങ്ങളടക്കം ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കുംഭമേള അവസാനിച്ച് 3-ാം ദിവസമാണ് ഒരു ലോറി സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടിയത്. അതായത് മലപ്പുറത്തെ ഫറ ഹോളോ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിൽ നിന്നാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ, ഒരു ലോറി നിറയെ സ്ഫോടക വസ്തുക്കൾ ഉള്ളിച്ചാക്കുകൾ കൊണ്ട് ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുന്നത്. അതായത് പുറമെ സവാളയുടെ ചാക്കുകളായിരുന്നു, അതിനടിയിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നത്. 89,600 ജലാറ്റിൻ സ്റ്റിക്കുകൾ, ഉഗ്ര സ്ഫോടന ശേഷിയുള്ള സ്ഫോടക വസ്തുവായ ജലാറ്റിൻ സ്റ്റിക്കുകൾ 89,600 എണ്ണം ഉണ്ടായിരുന്നു. ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾ 448 പെട്ടികളിലായി പാക്ക് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല, ഇതിനോടൊപ്പം ഏതാണ്ട് 10,500 നോൺ ഇലക്ട്രിക് ഡിറ്റനേറ്ററുകൾ, ഇതിനെ സ്ഫോടക വസ്തുക്കളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കമ്പോണന്റാണ് ഡിറ്റനേറ്ററുകൾ. ആ ഡിറ്റനേറ്ററുകൾ ഉണ്ടായിരുന്നു. 10,500 ഡിറ്റനേറ്ററുകൾ 35 പെട്ടികളിലായി പാക്ക് ചെയ്ത് സൂക്ഷിച്ചിരുന്നു. ഇതിനു മുകളിലാണ് ഉള്ളിച്ചാക്കുകൾ അടുക്കിയിരുന്നത്. ആ നിലയിലാണ് ഒരു ഫറ ഹോളോ ബ്രിക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിൽ നിന്നും ഈ ലോറി പിടികൂടുന്നത്. അതിനുശേഷം, അതായത് ഫെബ്രുവരി 7-ാം തീയതി 2026 ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നത്. അതിനുശേഷം ഏപ്രിലിൽ 2026 ഏപ്രിലിൽ ഈ കേസിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് NIA അത് ഏറ്റെടുക്കുകയായിരുന്നു. നിരവധി കേന്ദ്രങ്ങളിലാണ് NIA റെയ്ഡ് നടത്തിയത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിയായ NIA അന്വേഷണം നടത്തിയിരുന്നു, റെയ്ഡുകൾ നടത്തിയിരുന്നു. ആ റെയ്ഡുകളിൽ നിന്നെല്ലാം നിർണായകമായ പല വിവരങ്ങളും NIAക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇതുവരെ 11 പേരെ NIA അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 11 പേരിൽ TA ഹാരിസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ നേതൃത്വത്തിലാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തിയത്, മലപ്പുറത്തേക്ക് കടത്തിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതി ഈ ഡിറ്റനേറ്ററുകളും അതുപോലെ തന്നെ ജലാറ്റിൻ സ്റ്റിക്കുകളും കേരളത്തിലേക്ക് കൊടുത്തയച്ച അല്ലെങ്കിൽ കേരളത്തിലേക്ക് കടത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം എന്ന നിലയിൽ 3 ഡീലർമാരെയും NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം ലൈസൻസ്ഡ് ഡീലർമാരാണ്. ഇത്തരം സ്ഫോടക വസ്തുക്കൾ കൈവശം
കൈവശം വയ്ക്കാനും വിൽക്കാനും ഒക്കെ അധികാരമുള്ള 3 ഡീലർമാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ ഇവർ ഈ ലൈസൻസ് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. അതായത് ഇത്തരം സ്ഫോടക വസ്തുക്കൾ ക്വാറികളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതാണ്. നിയമപരമായി ഇത്തരം പേപ്പറോടുകൂടി, അതായത് ഇതിൻ്റെ ആവശ്യമായ രേഖകളോടുകൂടി ഇത്തരം സ്ഫോടക വസ്തുക്കൾ ക്വാറികളിലേക്കും മറ്റുമൊക്കെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഈ സ്ഫോടക വസ്തു ശേഖരം പോലീസ് പിടികൂടുമ്പോൾ ഇതിനാവശ്യമായ രേഖകളില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ ഈ ഡീലർമാർ ഈ പറയുന്ന ആളുകൾക്ക് കൊടുത്തത് പലതരത്തിലുള്ള വ്യാജ രേഖകൾ ചമച്ചുകൊണ്ടാണ്. അതായത് കർണാടകയിൽ തന്നെ പ്രവർത്തിക്കുന്ന നിരവധി ക്വാറികളുണ്ട്, ഖനന നടത്തുന്ന ക്വാറികളുണ്ട്. ഈ ക്വാറികളുടെയൊക്കെ പേരിൽ എന്ന നിലയിൽ ബില്ലിട്ടുകൊണ്ടാണ് കേരളത്തിലേക്കുള്ള കൺസൈൻമെന്റ് വന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഇവരെ 3 പേരെയും ഈ ലൈസൻസ് ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം സ്ഫോടക വസ്തുക്കൾ രേഖകളില്ലാതെ അനധികൃതമായി കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് എന്നതാണ് NIA അന്വേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 സാഹചര്യങ്ങളാണ് ഈ സ്ഫോടക വസ്തു കടത്തിന് ലക്ഷ്യമായിട്ടുള്ളത്. അതിലൊന്ന് അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികളാണ്. ക്വാറികൾ അനധികൃതമായി പ്രവർത്തിച്ചാൽ തീർച്ചയായും അത് വലിയ ലാഭമുണ്ടാക്കാവുന്നതാണ്. ഈ അനധികൃതമായ ക്വാറികൾ ഇങ്ങനെ അനധികൃതമായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ പേരിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തിരിമറികൾ നടത്തി നിരവധി വ്യാജ രേഖകളൊക്കെ ചമച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ വളരെ രഹസ്യമായിട്ട് കള്ളക്കടത്തിലൂടെയൊക്കെയാണ് അനധികൃത ക്വാറികളിലേക്ക് എത്തിക്കുന്നത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള നിരവധി അനധികൃത ക്വാറികൾ പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനധികൃത ക്വാറികളിലേക്കുള്ള അല്ലെങ്കിൽ ആ ക്വാറികളെ പ്രവർത്തിപ്പിക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ എത്തിക്കാനുള്ള സാധ്യത ഏറെയും. രണ്ടാമത്തെ കാര്യം എന്നത് അട്ടിമറിയാണ്. അതായത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ, പ്രത്യേകിച്ചും അവിടെയാണ് ഈ മഹാമാഘ മഹോത്സവത്തിന്റെ പ്രാധാന്യം. അവിടെ തിരുനാവായിയിൽ കുംഭമേള നടക്കുന്നു. ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങളാണ് ഓരോ ദിവസവും ആ കുംഭമേളയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിൽ സ്ഫോടക വസ്തുക്കൾ അതേ സമയത്ത് തന്നെ കേരളത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു സംശയമാണ്. അതായത് ഭീകര പ്രവർത്തനങ്ങൾക്കും സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നതിനും അട്ടിമറി നടത്തുന്നതിനുമൊക്കെയാണ് ഇത്തരത്തിൽ രണ്ടാമതായി ഈ സ്ഫോടക വസ്തുക്കൾ കേരളത്തിൽ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത. ഈ 2 കാരണങ്ങളാണ് NIA പരിശോധിക്കുന്നത്. ആദ്യത്തേതാണെങ്കിൽ തീർച്ചയായും അത് മറ്റ് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് തീവ്രവാദ എലമെന്റ് ഉണ്ടോ എന്നതാണ് ഇപ്പോൾ NIA പൂർണ്ണമായും പരിശോധിക്കുന്നത്. അത് ഇതുവരെയും തള്ളിക്കളഞ്ഞിട്ടില്ല. പ്രാഥമികമായി ഇത് അനധികൃത ക്വാറികളിലേക്ക് എത്തിയിട്ടുള്ളതാണ് എന്നാണ് NIA വിലയിരുത്തൽ. പക്ഷേ ഈ മഹാമാഘ മഹോത്സവത്തിന്റെ അടക്കം സാന്നിധ്യം, 10,000-കണക്കിന് ജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു പരിപാടിയുടെ സാന്നിധ്യം, ആ സമയത്ത് തന്നെ അതിന്റെ തൊട്ടടുത്ത് വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം, ഇതെല്ലാമാണ് NIA കൂടുതൽ അന്വേഷണത്തിന് പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ഭീകരവാദത്തിന്റെ എലമെന്റ് ഉണ്ടോ എന്ന് കണ്ടെത്താനായി ഇപ്പോൾ NIA വ്യാപകമായ പരിശോധനകളും അറസ്റ്റും ഒക്കെ നടത്തിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത ആളുകളെ ചോദ്യം ചെയ്തു വരികയാണ്. അവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ, അവരുടെ മൊഴികൾ എല്ലാം തന്നെ NIA ഇപ്പോൾ വളരെ ശാസ്ത്രീയമായി തന്നെ പരിശോധിച്ചു വരികയാണ്. അത്തരം പരിശോധനകൾ പൂർത്തിയായാൽ തീർച്ചയായും ഇതിനു പിന്നിൽ ഭീകരവാദത്തിന്റെ സൂചനയുണ്ടോ, അല്ലെങ്കിൽ ഭീകരാക്രമണ പദ്ധതിയുടെ ഭാഗമായിരുന്നോ, മഹാമാഘമായിരുന്നോ, അല്ലെങ്കിൽ കേരളത്തിലെ കുംഭമേളയായിരുന്നോ ഈ ആയുധക്കടത്തിന് അല്ലെങ്കിൽ സ്ഫോടക വസ്തു കടത്തിന് പിന്നിൽ? ഇതൊക്കെയാണ് ഇപ്പോൾ NIA അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളം ആസ്ഥാനമാക്കിയിട്ടാണ് ഇത്തരം വളരെ പ്രമാദമായ ഒരു കേസ് NIA ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്രമാത്രം പ്രാധാന്യം നമ്മുടെ വാർത്തകളിൽ ഈ വാർത്തയ്ക്കില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും വലിയൊരു ആയുധ ശേഖരം വടക്കൻ കേരളത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്നു, അത് മലബാറിൽ നിന്ന് പിടിച്ചെടുക്കുന്നു, അതിന് പിന്നിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. അതിനിപ്പോൾ ഈ കുംഭമേളയുമായി ബന്ധമുണ്ടോ എന്ന സംശയവും ഉയരുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ NIA അന്വേഷണം കൂടുതൽ പുരോഗമിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വസ്തുതകൾ പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷ.